ചർച്ച തുടരുന്നു. ശ്രീമതി ധന്യാരാമൻ, നമുക്കറിയാം ശോഭാ സുരേന്ദ്രന് അവർക്ക് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട നിലപാടുകളുണ്ട്, സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട നിലപാടുകളുണ്ട്. അവർ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജി എന്താണെന്ന് ധന്യയ്ക്ക് അറിയാം. ധന്യയ്ക്ക് ഈ വിഷയങ്ങളിലൊക്കെ വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെ വിമർശിക്കുന്ന, അത്തരം കാര്യങ്ങളെ മറ്റു ലളിതമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ വിമർശനം ഉന്നയിക്കും. അത് അവരുടെ രീതിയാണ് പണ്ട് മുതൽ. ഇതിനെ ആ നിലപാടുമായി ബന്ധപ്പെട്ട് കണ്ടാൽ മതിയോ, അതിനെ മറ്റെന്തെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞതിൽ ഒരു കാര്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തല കുനിച്ച് നടക്കണം എന്നാണ്. പക്ഷേ ഞാൻ പറയും, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെയും തല ഉയർത്തിയാണ് നടന്നത്, ഇന്നും തല ഉയർത്തിയാണ് നിൽക്കുന്നത്, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഞാനൊരു 10-15 ദിവസം വേറെ സ്റ്റേറ്റ്സിലെല്ലാം പോയിട്ട് കുറേ സ്ഥലങ്ങൾ കണ്ടു. ഈ ഇത്രയും അഴുക്ക് ചാലിൽ ടോയ്ലറ്റിൻ്റെ സൈഡിൽ അതിൻ്റെ മാലിന്യം ഒഴുകുന്ന, ഒരു സ്ഥലത്ത് ടോയ്ലറ്റ് പോകുന്ന, അതിൻ്റെ സൈഡിലിരുന്ന് കുക്ക് ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളൊക്കെ കാണണം. നമുക്കും കുട്ടികളുണ്ട്, എനിക്കും കുഞ്ഞുണ്ട്, ശ്രീത്തിനുണ്ട്, നിങ്ങൾക്കും ഉണ്ട്, രാഹുൽ ഈശ്വറുണ്ട്. നമ്മളാരെങ്കിലും നമ്മളെ കുട്ടികളെ അങ്ങനെ വളർത്തുമോ? ഈ ചേരിൻ്റെ അടിയിൽ ടോയ്ലറ്റ് പോകുന്നതിൻ്റെ സൈഡിൽ കിടന്നുറങ്ങുന്നു, ആ മലമൊക്കെ അതുപോലെ അങ്ങനെ കിടക്കുവാണ്. അതൊക്കെ കണ്ടിട്ട് പിന്നെ എനിക്ക് ആകെ എന്തോ പറയണ്ടേ, ഈ രാജ്യം ഇങ്ങനെയാണോ എന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും വൃത്തികേട്. നോർത്ത് സ്റ്റേറ്റിൽ പോയിട്ട് ഞാൻ കുറച്ച് ഉള്ളോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യർ ജീവിക്കുന്നത് കണ്ട ഇതിനകത്ത് എന്തോ പറയണ്ടേ, ഈ പന്നികൾ ഇങ്ങനെ ചെളിയിൽ കിടന്നിങ്ങനെ അഴുകി ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതേപോലെയാണ് കുഞ്ഞുങ്ങളെപ്പോലും, അതുപോലെയാണ് എനിക്ക് തോന്നിപ്പോയത്. കാരണം അത്രയ്ക്കും കഴിക്കാനുമില്ല, കുടിക്കാനുമില്ല, അങ്ങനെ അങ്ങ് കിടക്കുവാണ് കുറേ മനുഷ്യർ. എന്തൊരു ദാരിദ്ര്യമുള്ള രാജ്യമാണ്. ഞാൻ വിചാരിച്ചു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം സ്വർഗം എന്ന് ഞാൻ അടിവരയിട്ട് പറയും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തലയുയർത്തി തന്നെ നിൽക്കണം. കാരണം ഇന്നൊരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും, ഇപ്പോൾ സ്റ്റേറ്റ് ഇറങ്ങിയില്ലെങ്കിൽ ആരെങ്കിലും ഒരു 10 പേര് അവിടെ 1 കിലോ അരിയെങ്കിലും കൊണ്ട് കൊടുക്കാനുണ്ട്. നമ്മുടെ നാട്ടിൽ അത്രയും സപ്പോർട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. പക്ഷേ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ അത്രയും വൃത്തികേടെന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് ജീവിക്കുന്നില്ല. ഇങ്ങനെ എന്തോ മൃഗങ്ങൾ പോലും ഇതിനേക്കാളും വൃത്തിയായിട്ട് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലത്തെ അഴുക്ക് ചാലുകളുടെ ഇടയിൽ ഞാൻ അതിനെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ക്യാമറയിലോട്ട് നോക്കാൻ പോലും എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഞാനൊരു താജ്മഹൽ കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ അവിടെ പോകാൻ എനിക്ക് ഒട്ടും മൂഡ് തോന്നില്ല. കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ആകെ നമുക്ക് മനപ്രയാസമായിപ്പോയി. എനിക്കിപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് തിരിച്ചു വരാനാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അത്രയ്ക്ക് മോശമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തല ഉയർത്തി നിൽക്കണം. അത് എൻ്റെ രാഷ്ട്രീയം, ഈ സമയത്ത് അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഈ കർമ്മഫല സിദ്ധാന്തം, ഈ പൊളിറ്റിക്സ്, ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിന് എപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരെപ്പോഴും അന്ധവിശ്വാസം, അനാചാരം, ഈ അസമത്വങ്ങളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ കർമ്മഫല സിദ്ധാന്തം എന്ന് പറയും, കർമ്മഫലം എന്ന് പറയും. അപ്പോൾ ഒരാൾക്ക് ഒരു ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ടാണ് മരിച്ചതെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ അവർ വേറൊരു സംഭവമുണ്ട്. പാർശ്വവൽകൃതർ, അല്ലെങ്കിൽ തീരെ നിവൃത്തിയില്ലാത്ത മനുഷ്യർ, സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർ, ഇവരെല്ലാം ലക്ഷ്മി ദേവീൻ്റെ കടാക്ഷം കിട്ടാത്തത് കൊണ്ടാണ് ഇവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നത്, പൈസ ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നതെന്നുള്ള. അതാണ് ഇവരുടെയൊക്കെ കർമ്മഫല സിദ്ധാന്തത്തിന് വേറൊരു വേർഷൻ. ഈ രാജ്യത്തെ മനുഷ്യർക്ക് ഭൂമി കൊടുക്കാതെ, തൊഴിൽ കൊടുക്കാതെ, വിദ്യാഭ്യാസ സൗകര്യം കൊടുക്കാതെ അങ്ങനെ ഫൈറ്റ് ചെയ്ത് വരുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ പാർശ്വവൽകൃത സമൂഹം. അവരെ മഹാലക്ഷ്മി അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല, അവർക്ക് പ്രോപ്പറായിട്ട് അവർക്ക് ഭൂമിയോ അല്ലെങ്കിൽ അധികാരമോ വിഭവങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന്. അത് ഇവരുടെ ഈ പൊളിറ്റിക്സ്, ഹിന്ദുത്വ പൊളിറ്റിക്സ് ആദ്യം അംഗീകരിക്കണം. യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ നിലനിർത്താനായിട്ട് ഈ നാടിനെ വീണ്ടും നോക്കി, ഇതാ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയെ പോലെ അവിടെ കുറച്ച് ആൾക്കാർ സീക്രട്ടായിട്ട് അവിടെ പോയി ഇതൊരു വേറൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അത് കൃത്യമായിട്ട് അത് അവർ ഉദ്ദേശിച്ച രീതിയിൽ അതിന് വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു രാജ്യത്തെ അനാചാരത്തിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഈ ഒരു പൊളിറ്റിക്സിന് ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ കുംഭമേളയൊക്കെ പറയുമ്പോൾ ഒരു സൈഡിൽ ഇത്രയും വലിയ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അമൃത്സർ ആ ടെമ്പിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപയുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ സൈഡിലാണ് ഈ മനുഷ്യർ ആഹാരമില്ലാതെ കിടക്കുന്നത്. പിന്നെ എന്ത് മാറ്റം, എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഏത് പൊളിറ്റിക്സ് ഈ രാജ്യം ഭരിച്ചിട്ട് എന്ത് കാര്യം? ഇവിടുത്തെ മനുഷ്യന് കഴിക്കാൻ ആഹാരമില്ല, ചെളിയിലും മലത്തിലും കിടന്നുറങ്ങുന്ന ഇന്ത്യൻ പൗരൻ. ഇതിനെയാണോ നിങ്ങളുടെ കർമ്മഫലവും നിങ്ങളുടെ സനാതന ധർമ്മവും നിങ്ങളുടെ മനുസ്മൃതിയൊക്കെ ഇങ്ങനെയാണോ പറയുന്നത്?